അസ്സലാമലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം നമുക്ക് ഇന്ന് നെത്തോലി ഒന്ന് വരട്ടിയാലോ? നല്ല പുളിയും മുളകൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് നെത്തോലി എടുത്ത്, അതായത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ നെത്തലി എന്നാണ് പറയുക. അതിലേക്ക് 4-5 വെളുത്തുള്ളി എടുത്ത് കുത്തിയിട്ടിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തെടുക്കാം. ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ ആഡ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മീൻകറിയിലെ രാജാവായ പുളി എടുത്തിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 പിടി പുളിയാണ് എടുത്തത്. അത് വെള്ളത്തിൽ കുറച്ച് നേരം പൊതിർത്തി വെച്ചതിന് ശേഷം കറിയിലേക്ക് പിഴിഞ്ഞൊഴിച്ചു. ഇനിയാണ് നമ്മളെ മിക്സിങ്. ഇത് നന്നായിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് പെരുക്കിയെടുക്കണം. അതായത് ഇതാണ് ഈ കറീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കൈകൊണ്ട് തന്നെ നമുക്കിത് പെരുക്കിയെടുക്കാം. അപ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്യാൻ വിട്ടുപോയ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്തെടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. മിക്സിങ് കഴിഞ്ഞാൽ നമുക്ക് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ 40 to 45 മിനിറ്റ്സോളം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതായത് ഇതിലെ വെള്ളം മുഴുവനായിട്ട് വറ്റണം. ഇനി ഇത് നല്ല നാടൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് അടുപ്പിൻ്റെ കനലിൽ വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറീൻ്റെ ടേസ്റ്റും കൂടും, പിന്നെ നല്ല നാടൻ ടച്ചും കിട്ടും. ഇനി അത് വറ്റിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ നല്ല നാടൻ വെളിച്ചെണ്ണയും അതിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ നെത്തോലി വരട്ടിയത് ഇവിടെ റെഡിയായി. അപ്പം നമ്മൾ നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും ഒരു അപാരം തന്നെയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.